ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിൻ്റെ 37-ാമത്തെ ദിനം. കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 37-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ശുദ്ധീകരിക്കപ്പെടേണ്ടതായ ആലയമായ നമ്മുടെ ശരീരം, അതാണ് ഈ നോമ്പ് കാലങ്ങളിൽ നാം ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ളതായ വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 17 through 22. ഈ ഭാഗത്തിൽ യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന ദൃശ്യമാണ് നാം കാണുന്നത്. ശിഷ്യന്മാർ അവിടെ ഓർത്തത് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ളതായ ആകാംക്ഷയാണ്. ദേവാലയം പ്രാർത്ഥനയുടെ സ്ഥലം ആയിരിക്കേണ്ടതായിരുന്നു, എന്നാൽ അത് വ്യാപാരത്തിൻ്റെ സ്ഥലമായി മാറിയിരുന്നു. അതുകൊണ്ടാണ് യേശു അതിനെ ശുദ്ധീകരിച്ചത്. ഈ സംഭവം വെറും ആലയത്തെക്കുറിച്ചല്ല, അത് നമ്മുടെ ഹൃദയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ യഥാർത്ഥ ആലയം നമ്മുടെ ഉള്ളിലാണ്. ഈ വലിയ നോമ്പ് നമ്മോട് ചോദിക്കുകയാണ്, എൻ്റെ ഹൃദയം ദൈവത്തിന് യോജിച്ചതാണോ? അതിൽ അനാവശ്യമായ കാര്യങ്ങൾ നിറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ വ്യക്തമായി കാണപ്പെടുന്നുണ്ടോ? യേശു കർത്താവ് പറയുകയാണ്, ഈ ആലയം ഇടിച്ചു കളവീൻ, ഞാൻ 3 ദിവസത്തിൽ അതിനെ എഴുന്നേൽപ്പിക്കും. അവൻ തൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞത്, ക്രൂശും ഉയർപ്പും. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ശുദ്ധീകരണം ചിലപ്പോൾ തകർച്ചയായി നമുക്ക് തോന്നിയേക്കാം, എന്നാൽ ദൈവം തകർത്തത് വീണ്ടും മഹത്വത്തോടെ പണിയും. വലിയ നോമ്പുകാലം നമ്മുടെ ഉള്ളം ശുദ്ധീകരിക്കുവാനുള്ള സമയമാണ്. തെറ്റായ ശീലങ്ങൾ നീക്കുക, ദൈവത്തോട് അടുപ്പം വളർത്തുക, പ്രാർത്ഥനയിലൂടെ ഹൃദയം പുതുക്കുക. ശുദ്ധമായ ഹൃദയം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ആലയമാകും. പ്രിയരേ, നമ്മുടെ ഉള്ളം ശുദ്ധീകരിക്കാനുള്ള സമയമാണ് നോമ്പ്. നമ്മുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുവാനുള്ളതായ സമയം. നമ്മുടെ ഹൃദയങ്ങളെ പുതുക്കി ശുദ്ധഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എൻ്റെ ഹൃദയം നിൻ്റെ ആലയമായി തീരണമേ. അതിൽ നിന്നെ സന്തോഷിപ്പിക്കാത്തതെല്ലാം നീ നീക്കണമേ. എൻ്റെ ഉള്ളം ശുദ്ധീകരിച്ച് നിൻ്റെ സാന്നിധ്യത്തോടെ അതിനെ നിറയ്ക്കണമേ. എൻ്റെ ജീവിതം നിൻ്റെ മഹത്വത്തിനായി പണിയപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്നേഹത്തോടെ, ജോയൽ അച്ഛൻ.